തമ്പുരാൻ ഒന്നിങ്ങോട്ട് വരൂ, ഒരു കാഴ്ച കാണിച്ചു തരാം. കണ്ടോ, തമ്പുരാട്ടിയുടെ ഈ നടപ്പ് കണ്ടാൽ ആരെങ്കിലും പറയോ സൂക്കേടുള്ളവരാന്ന്? ഈ മാളിക മുറിയിൽ അടച്ചുപൂട്ടിയിടുന്ന അബദ്ധം ഇപ്പൊ കണ്ടോ? അനന്തൻ നമ്പൂതിരി പരസ്യമായിട്ട് നിസ്കാരം തുടങ്ങിയോ? ദിവസവും 5 നേരവും നിസ്കരിക്കണമെന്നാ. ഇവിടെ വന്നാ പതിവൊക്കെ ആകെ തെറ്റി. വന്ന കാര്യം എത്രയും പെട്ടെന്ന് ചെയ്താ ബോംബെ തിരിച്ചു വന്നിട്ട് ഇഷ്ടം പോലെ നിസ്കരിക്കാലോ. അല്ല, കൊലപാതകം എങ്ങനെയൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. എല്ലാവരും? അപ്പൊ കുറെ ചെയ്ത്താന്മാരുണ്ടല്ലേ ഇതിന്റെ പുറകില്? തനിക്ക് ഇത്രയും വലിയൊരു തുക തരുന്നത് പിന്നെ എങ്ങനെയാന്നാ വിചാരം? ദേ, ആ കളവനെ എത്രയും പെട്ടെന്ന് തട്ടണം. അവരെല്ലാരും അവിടെ കാത്തിരിക്കണോ? വേഗം വരാൻ പറഞ്ഞു. താൻ ചെല്ല്, ഞങ്ങൾ വന്നോളാം. ആരൊക്കെയാ ഈ കാത്തിരിക്കുന്നവര്? കാശ് മുടക്കുന്നവര്. വാ പോവാ. ഒരു മിനിറ്റ് ഇരിക്കേ. ശരി, പോകാം. ഇപ്പോഴെന്തിനാണ് ഈ മാരകായുധം എടുക്കുന്നത്? അതോടെ വെച്ചേക്കൂ. ഒരു കില്ലർ എപ്പോഴും കരുതിയിരിക്കണം. ഏത് സമയത്താണ് എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇരിക്കൂ. വേണ്ട. കത്തിയുണ്ട് കയ്യിൽ. ഓഹോ, ആയുധങ്ങളുമായാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ. ആയുധം എടുക്കേണ്ട സമയമായില്ലല്ലോ. ബുദ്ധി കൊണ്ടാണ് ഇവിടെ ജയിക്കേണ്ടത്. അതൊക്കെ യഥാസ്ഥാനത്തിന് സൂക്ഷിച്ചു വെച്ചോളൂ. ഉടനെ കൊല്ലണമെന്നാണ് എല്ലാവരുടെയും താല്പര്യം. വെട്ടിത്തെറിങ്ങൾക്ക് കാത് കൊടുക്കണ്ട. ആദ്യഘട്ടം ഭംഗിയായി. ഇനി ബുദ്ധിയും കൗശലവുമാണ് വേണ്ടത്. ഉദയവർമ്മയുമായി കൂടുതൽ അടുക്കണം. പള്ളിയറയിൽ വരെ ഏത് സമയത്തും കടന്നു ചെല്ലാവുന്ന രീതിയിൽ ആ ബന്ധം വളരണം. പിന്നെ എളുപ്പമാണ്. അത് ഞമ്മക്കറിയാം. പിന്നെ വധിക്കുന്നത് എന്നോട് ആലോചിച്ചിട്ട് വേണം. അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ വിജയത്തിൽ മറ്റൊരാൾ പങ്കാളിയാകുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഇത്തരം കൂടിയാലോചനകൾക്ക് വിളിച്ച് എന്റെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. നിങ്ങൾക്ക് ശ്രമിച്ചാവോ? അയാള് പോയി. ആള് കേമനാണെന്ന് തോന്നുന്നു. എന്റെ ജാനകി, മോഹന വേണ്ട, നീ കാര്യം മാത്രം ഇങ്ങോട്ട് പറയാ. ഞങ്ങള് സൗദാമനിക്ക് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ഏട്ടനൊന്ന് സംസാരിക്കണം. ആരാ ആള്? അനന്തൻ നമ്പൂതിരി. തിരുമേനിക്കും ഇവിടെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഇവിടെ അനുമോദിച്ച് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇഷ്ടാണെന്ന് അർത്ഥമുണ്ടോ? ഏട്ടനൊന്ന് സംസാരിച്ചു നോക്കിയാൽ. ജാനകി പൊക്കോളൂ. ഗോപിക വസന്തം തേടി വനമാലി, ഗോപിക വസന്തം തേടി നവനവ ഗോപിക വസന്തം തേടി എൻ മനമു. പാടുകയാണെങ്കിൽ സാഹിത്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഭാവം വിടാതെ പാടൂ. അയ്യോ, ടീച്ചറെ അറിയില്ലേ? അക്കാഡമി അവാർഡ് കിട്ടിയതാ. അതുകൊണ്ട് എങ്ങനെ പാടാന്നാണോ? ആടുമ്പോ ആ ഭാവം രാധയ്ക്ക് കൃത്യമായിട്ട് കിട്ടുമോ? തിരുമേനി, ഇത് പാട്ട് കച്ചേരിയല്ല, മോഹിനിയാട്ടമാ. സാഹിത്യത്തിന്റെ ഭാവം നോക്കിയാ താളം തോന്നിയതുപോലെയാകും. ആര് പറഞ്ഞു? ശരി, ഞാനും നോക്കട്ടെ. വസന്തം തേരി വനമാലി നവന
വസന്തം തേടി വനമാലി. വസന്തം തേടി വനമാലി. നവനവ ഗോപികാ വസന്തം തേടി വനമാലി. നീലമേഘം നെഞ്ചിലേറ്റിയ പൊൻതാരകമാണെൻ രാധ. നീലമേഘം നെഞ്ചിലേറ്റിയ പൊൻതാരകമാണെൻ രാധ. അഴകിൽ നിറയും അഴകാം നിൻ, അഴകിൽ നിറയും അഴകാം നിൻ വ്രതഭംഗികളറിയാൻ മാത്രം ഗോപികാ വസന്തം തേടി വനമാലി. രാധേ,